കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഒരു ഇന്നിങ്സ് അതായത് ഒരു ഡൊമിനൻസ് ഉള്ളൊരു ഇന്നിങ്സ് കഴിഞ്ഞ ആഴ്ച ഇംഗ്ലീഷ് നായകനായ ഹാരി ബ്രൂക്ക് ന്യൂസിലാൻഡിലുള്ള ഏകദിനത്തിൽ കളിക്കുകയുണ്ടായി. അതായത് ടീം 223 റൺസ് അടിച്ച് നിൽക്കുന്ന സമയത്ത് ഇയാൾ മാത്രം വേറൊരു ലീഗ് കളിക്കുകയാണ്. അതായത് 135 റണ്ണും അതായത് 60.23% ഇദ്ദേഹം തന്നെ ബാറ്റിംഗിൽ റൺസ് എടുക്കുകയാണ്. ശരിക്കും അഭിഷേകിനെ ഇന്ത്യ T20യിൽ ഇത്രയധികം ആശ്രയിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. നമുക്കറിയാം ഒരു പ്രൈം കാലത്ത് 2013 2015 സമയത്ത് ബ്രണ്ടൻ മക്കുല്ലം, നമ്മുടെ ന്യൂസിലാൻഡ് മുൻ നായകൻ, ഇംഗ്ലീഷ് ടീമിന്റെ കോച്ച്, അദ്ദേഹം കളിച്ചിരുന്ന ഒരു സ്റ്റൈലുണ്ട്. അദ്ദേഹം ഓപ്പണറായി ഇറങ്ങിയിട്ട് ഒരുപാട് 30 ബോൾസിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് മത്സരങ്ങളിൽ 50 അടിച്ചൊരു ചരിത്രമുണ്ട്. അതായത് ടെസ്റ്റിൽ പോലും അദ്ദേഹം ആ ഒരു ശൈലി, ലാസ്റ്റ് ടെസ്റ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അവസാന ടെസ്റ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി അടിച്ചിട്ടാണ് അദ്ദേഹം കയറുന്നത്. ഡെയിൽ സ്റ്റെയിൻ ആവട്ടെ ആരാവട്ടെ അടിച്ചു കളിക്കുക എന്നുള്ളൊരു ലൈനാണ്. അപ്പം ആ ഒരു ശൈലി ബ്രണ്ടൻ മക്കുലത്തിന്റെയും വീരേന്ദ്ര സെവാഗിന്റെയും ഒക്കെ ഒരു ശൈലി കൃത്യമായിട്ടും അഭിഷേക് ശർമ്മ ഈ ക്രീസിൽ അദ്ദേഹം നടനമാടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും T20 ക്രിക്കറ്റിൽ ഈ ഫിയർലെസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അപകടം പിടിച്ചൊരു പണിയാണ്. എന്ന് പറഞ്ഞാൽ വിക്കറ്റ് വലിച്ചെറിയുക, വിക്കറ്റ് പോകാൻ വലിയ സാധ്യതയുള്ളതാണ്. പക്ഷെ അദ്ദേഹം വെറും നമ്മളിങ്ങനെ പറയില്ലേ വെറുതെ ഇങ്ങനെ അടിക്കുക എന്നൊക്കെ പറയില്ലേ, വെറുതെ ഇങ്ങനെ അടിയൊന്നും അല്ല എന്നുള്ളതാണ്. അതെ, പ്യുവർ ടൈമിംഗ് ആണ്. ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന സുപ്രധാന ബോർഡാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹേസൽവുഡ് 1ാമത്തെ ഓവറിൽ 1 റൺസിന് ഇന്ത്യ നിർത്തുന്നു. അടുത്ത ഓവർ എറിയാൻ വരുന്നത് ബേർട്ട്ലെറ്റ് ആണ്. ആ ഓവറിൽ തന്നെ 14 റൺസാണ് അദ്ദേഹം അടിക്കുന്നത്. അവിടെ പന്ത് പാഴായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പേ ടാക്ടിക്സ് ഇരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഷഹീൻ ഷാ അഫ്രീദി നേടുന്നത് പോലെ ഏഷ്യയിലെ ടീമുകൾ നേടുന്നത് പോലെ ആയിരിക്കില്ല. ഓസ്ട്രേലിയൻ പിച്ചുകളിൽ കളിക്കുന്ന സമയത്ത് കണ്ടീഷൻ ആകെ മാറിപ്പോകും, ഓസ്ട്രേലിയൻ ബോളർമാർ വേറെ ലെവൽ തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞ് ചർച്ചയൊക്കെ തുടങ്ങിയിരുന്നത്. പക്ഷേ അഭിഷേക് ശർമ്മ അദ്ദേഹം വേറെ യൂണിവേഴ്സിൽ വന്നൊരു അതെ, T20 ക്രിക്കറ്റിൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ സ്ഥിരതയോടെ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ നിലവിൽ ഏഷ്യ കപ്പിൽ മൊത്തം 200 സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിലും അതുപോലെ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് കൂട്ടുനിന്ന് കൊടുക്കാൻ ഒരു മനുഷ്യനില്ലാതെ പോയി എന്നുള്ളതാണ്.